ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, എന്നാൽ കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 12 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് 12 എണ്ണം ചേർത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണോ 5 എണ്ണോ ഒക്കെ എടുത്താലും മതിയാവും. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ചിക്കൻ ഫ്രൈക്കൊക്കെ നമ്മളെപ്പോഴും ഇത് രണ്ടും ഫ്രഷായിട്ട് അരച്ചെടുത്ത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണിനും കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇനി ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണിനടുത്ത് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവയുടെ ഉണങ്ങിയിട്ടുള്ള ഇലയാണ്, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആയിട്ട് മാറുക. ഇത് നമുക്ക് അടുത്തുള്ള കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചേർക്കാൻ നോക്കുക. പിന്നെ ചിക്കനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ-നീര്. അപ്പോൾ നാരങ്ങ-നീര് നമുക്ക് പുളി നോക്കിയിട്ട് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നാരങ്ങ കയ്യിലില്ലെങ്കിൽ അതിന് പകരം വിനീഗർ ചേർത്താലും മതി. ഇനി ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെയുള്ള മസാലയൊക്കെ എണ്ണയിൽ പോവാതെ ചിക്കൻ്റെ മേലെ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, പെരുംജീരകം, കസൂരി മേത്തി എല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ആ രീതിയിൽ നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള മസാല നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കോട്ടിങ്ങും ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഈ മസാല നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. പിന്നെ ഈ സമയത്ത് നമുക്കിതിൽ എരിവ്, പുളി, ഉപ്പ് അതൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഏകദേശം ഒരു 1/2 കിലോ വരുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ പീസസ് വലുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ മേലെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ആ മസാല ഉള്ളിലൊക്കെ പിടിച്ച് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം, ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിൽ ഇപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചുരുങ്ങിയ സമയമാണ് 1 മണിക്കൂർ, അതിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അത് വറുക്കാൻ നമ്മൾ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ എടുക്കുക കേട്ടോ, കൂടുതൽ നല്ലത്. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ ഓരോരോ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത്. ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ നന്നായിട്ട് കുറച്ച് വെച്ചാൽ ചിക്കന് നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് എണ്ണ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി നല്ലൊരു കളറൊക്കെ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇനി ബാക്കി വരുന്ന ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചിട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇത് ചൂടോട് കൂടിയിട്ടും ചൂടാറിക്കഴിഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ആ കസൂരി മേത്തിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു മണവും ടേസ്റ്റുമാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്